ഹിന്ദുക്കൾ ഇന്ത്യക്കാരല്ല. അവർ മധ്യേഷ്യയിൽ നിന്ന് കുതിരപ്പുറത്ത് കയറി വന്ന് ഇവിടുത്തെ പാവങ്ങളെ കൊന്നൊടുക്കിയ അക്രമികളാണ്. കേൾക്കുമ്പോൾ രക്തം തിളയ്ക്കുന്നുണ്ടോ? എങ്കിൽ ശ്രദ്ധിക്കുക. ഇത് ഈ അടുത്ത കാലത്ത് ഒരു വലിയ സഭാധ്യക്ഷൻ നടത്തിയ പ്രഖ്യാപനമാണ്. ഓർത്തഡോക്സ് സഭാധ്യക്ഷനായ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാവയാണ് ഈ പഴയ പാട്ടുപെട്ടി വീണ്ടും തുറന്നിരിക്കുന്നത്. ഭാരതത്തിലെ ഹിന്ദുക്കളെല്ലാം കുടിയേറി പാർത്തവരാണത്രേ. സത്യത്തിൽ ഇത് ബാവയുടെ മാത്രം കണ്ടുപിടുത്തമാണോ? അല്ല. കഴിഞ്ഞ നൂറ്റാണ്ടുകളായി ഭാരത വിരുദ്ധ ശക്തികൾ ഈ രാജ്യത്തെ തകർക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് ആര്യൻ ഇൻവേർഷൻ തിയറി. എല്ലാവരും വിദേശികൾ, ആദ്യം വന്നവർ ആദ്യം പോകട്ടെ എന്ന് മുദ്രാവാക്യം വിളിക്കാനുള്ള ഒരു തന്ത്രം. ഇന്ന് നമ്മൾ ഈ കള്ളക്കഥയെ ശാസ്ത്രീയമായി കീറി മുറിക്കാൻ പോവുകയാണ്. ഒപ്പം ചില ചരിത്രപരമായ ചോദ്യങ്ങൾ സഭാധ്യക്ഷന്മാരോടും നമുക്ക് ചോദിക്കാനുണ്ട്. നമുക്ക് തുടങ്ങാം. എന്താണ് ഈ ആര്യൻ ഇൻവേഷൻ തിയറി? 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ അവർക്കൊരു പ്രതിസന്ധി ഉണ്ടായി. ഇത്രയും വലിയ സംസ്കാരമുള്ള, ഇത്രയും പാരമ്പര്യമുള്ള ഒരു ജനതയെ എങ്ങനെ കാലങ്ങളോളം അടിമകളാക്കി വെക്കും? അന്ന് അവർ ഇറക്കിയ ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു ഇത്. അവരുടെ കഥ പ്രകാരം BC 1500-ൽ മധ്യേഷ്യയിൽ നിന്നും വെളുത്ത നിറമുള്ള ഉയരമുള്ള സംസ്കൃതം സംസാരിക്കുന്ന ആര്യന്മാർ ഇന്ത്യയെ ആക്രമിച്ചു. അവർ ഇവിടുത്തെ സിന്ധു നദീതട നാഗരികതയിലെ കറുത്തവരും നാഗരികരുമായ ജനങ്ങളെ അഥവാ ദ്രാവിഡരെ കൊന്നുതള്ളി. തോറ്റവർ തെക്കോട്ടേക്ക് ഓടിപ്പോയി, ജയിച്ചവർ വടക്ക് തമ്പടിച്ച് വേദങ്ങൾ എഴുതി. കൊള്ളാം, കേൾക്കുമ്പോൾ ക്രിസ്റ്റഫർ നോളന്റെ സിനിമ പോലെയൊക്കെ തോന്നും. പക്ഷേ ഇതിൽ എത്രത്തോളം സത്യമുണ്ട്? ലോകത്തെ ഒരു ചരിത്രകാരനും ഇതിന് കൃത്യമായൊരു തെളിവ് തരാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. നമുക്ക് ആദ്യം ഭാഷയിൽ നിന്നും തുടങ്ങാം. ആര്യ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വേദങ്ങളിലും പുരാണങ്ങളിലും എവിടെയെങ്കിലും ഇതൊരു വംശമായി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സംസ്കൃതത്തിൽ ആര്യ എന്നാൽ ശ്രേഷ്ഠൻ അഥവാ നോബിൾ അല്ലെങ്കിൽ മാന്യൻ എന്നാണ് അർത്ഥം. ഒരു നല്ല സ്വഭാവമുള്ള മനുഷ്യനെ വിളിക്കുന്ന പേരാണിത്. ഒരു മുതിർന്ന വ്യക്തിയെ ആദരവോടെ സംബോധന ചെയ്യുന്നതാണ് ആര്യ. ബ്രിട്ടീഷ് ചരിത്രകാരനായ മാക്സ് മുള്ളറാണ് ഇതിന്റെ ഒരു വംശമാക്കി മാറ്റിയത്. പിന്നീട് അദ്ദേഹത്തിന് തന്നെ തന്റെ തെറ്റ് മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു, ആര്യ എന്നത് ഒരു ഭാഷാപരമായ ഗ്രൂപ്പാണ്, വംശമല്ല. പക്ഷെ അപ്പോഴേക്കും സായിപ്പിന് വേണ്ട പണി അദ്ദേഹം ചെയ്തു കഴിഞ്ഞിരുന്നു. ഭാരതീയരെ വംശീയമായി വിഭജിക്കാൻ അവർക്ക് ഈ വാക്ക് മതിയായിരുന്നു. ഈ സിദ്ധാന്തം ഇന്ന് ശാസ്ത്രലോകം ചവറ്റുകുട്ടയിൽ എറിഞ്ഞതാണ്. അതിനുള്ള കാരണങ്ങൾ ഇതാണ്. ഹാരപ്പയിലും മോഹൻജദാരോവിലും നടന്ന ഖനനങ്ങളിൽ ഒരിടത്ത് പോലും ഒരു യുദ്ധം നടന്നതിന്റെ ലക്ഷണമില്ല. ആര്യന്മാർ വന്ന് വെട്ടിനിരത്തി എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ മൃതദേഹങ്ങളുടെ കൂമ്പാരം കാണണ്ടേ? യുദ്ധം നടന്ന കോട്ടകൾ കാണണ്ടേ? ഒന്നുമില്ല. പകരം അവിടെ കണ്ടത് ശാന്തമായി ജീവിച്ച ഒരു ജനതയെയാണ്. ഒരു നാഗരികത പെട്ടെന്ന് നശിച്ചതല്ല, മറിച്ച് പ്രകൃതിക്ഷോഭം കൊണ്ട് മാറുകയായിരുന്നു എന്ന് തെളിഞ്ഞതാണ്. ഇനി സരസ്വതി നദിയിലേക്ക് വരാം. ഋഗ്വേദത്തിൽ 100 കണക്കിന് തവണ പരാമർശിക്കുന്ന നദിയാണ് സരസ്വതി. അത് പർവ്വതങ്ങളിൽ നിന്ന് സമുദ്രത്തിലേക്ക് ഒഴുകുന്ന വലിയ നദിയാണെന്ന് വേദങ്ങൾ പറയുന്നുണ്ട്. ആര്യന്മാർ BC 1500-ൽ വന്നു എന്നാണ് സായിപ്പ് പറയുന്നത്. പക്ഷേ ആധുനിക പഠനങ്ങൾ പറയുന്നത് സരസ്വതി നദി BC 1900-ൽ തന്നെ വറ്റിപ്പോയി എന്നാണ്. അതായത് ആര്യന്മാർ പുറത്തുനിന്ന് വരുന്നത് 400 വർഷം മുമ്പേ സരസ്വതി നദി അപ്രത്യക്ഷമായി. അങ്ങനെയാണെങ്കിൽ വേദങ്ങൾ എഴുതിയവർ സരസ്വതി നദിയെ ഇത്ര കൃത്യമായി വർണ്ണിച്ചത് എങ്ങനെയാണ്? അതിന്റെ അർത്ഥം സരസ്വതി നദി നിറഞ്ഞൊഴുകിയ 5000-8000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മണ്ണിൽ സനാതന ധർമ്മം ഉണ്ടായിരുന്നു എന്നാണ്. അത്യന്താധുനികമായ ജീനോം പഠനങ്ങൾ പറയുന്നത് ഭാരതത്തിൽ ഒരു കൂട്ടമായി വംശീയ കുടിയേറ്റം നടന്നിട്ടില്ല എന്നാണ്. BC 1500-ൽ ഒരു വലിയ കുടിയേറ്റം നടന്നിരുന്നുവെങ്കിൽ അത് നമ്മുടെ DNA-യിൽ വലിയ മാറ്റം ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ രാഗി ഗർഹിയിലെ പര്യവേഷണങ്ങളിൽ നിന്നും ലഭിച്ച 4500 വർഷം പഴക്കമുള്ള അസ്ഥികൂടങ്ങളിലെ DNA-യും ഇന്നത്തെ ഭാരതീയരുടെ DNA-യും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഇവിടുത്തെ തന്നെ മക്കളാണ്. കടലിനടിയിൽ പോയി നോക്കാൻ നമ്മുടെ ചരിത്രകാരന്മാർക്ക് മടിയാണ്. ഗുജറാത്ത് തീരത്ത് ഡോക്ടർ SR റാവു നടത്തിയ പര്യവേഷണത്തിൽ സമുദ്രത്തിനടിയിൽ 5000 വർഷം പഴക്കമുള്ള നഗരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് മഹാഭാരതത്തിൽ പറയുന്ന ദ്വാരകയല്ലേ? ദ്വാരക സമുദ്രത്തിനടിയിലാണ്. BC 3000-ന് മുമ്പാണ്. അങ്ങനെയെങ്കിൽ സനാതന ധർമ്മം വിദേശത്ത് നിന്ന് വന്നവർ ഉണ്ടാക്കിയതാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതുപോലെ രാമസേതു, അമേരിക്കൻ സ്പേസ് ഏജൻസിയായ നാസയുടെ ഉപഗ്രഹ ചിത്രങ്ങൾ അവിടെ മനുഷ്യനിർമ്മിതമായ ഒരു പാലത്തിന്റെ അവശിഷ്ടങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. ഇതൊന്നും BC 1500-ൽ വന്നവർ ഉണ്ടാക്കിയതല്ല. 10000-കണക്കിന് വർഷത്തെ വേരുകളുള്ള ഒരു സംസ്കാരമാണിത്. ഇനി നമുക്ക് ബാവയുടെ പ്രസ്താവനയിലേക്ക് വരാം. ഹിന്ദുക്കൾ വിദേശികളാണെന്ന് പറയുമ്പോൾ അദ്ദേഹം എന്തിനെയാണ് ഭയപ്പെടുന്നത്? ഭാരതത്തിന്റെ ആത്മീയ പാരമ്പര്യം സനാതന ധർമ്മമാണെന്ന സത്യം അംഗീകരിക്കാൻ ഇവിടുത്തെ സെമിറ്റിക് മതങ്ങൾക്ക് ഇന്നും ബുദ്ധിമുട്ടാണ്. ചില ചോദ്യങ്ങൾ. AD 52-ൽ സെന്റ് തോമസ് കേരളത്തിൽ വന്നു എന്നതിന് വല്ല ശാസ്ത്രീയ തെളിവുമുണ്ടോ? അക്കാര്യത്തിൽ സഭയ്ക്ക് മൗനമാണ്. രണ്ടാമത്തേത്, ചേരമാൻ പെരുമാൾ മക്കത്ത് പോയി മതം മാറി എന്ന കെട്ടുകഥയ്ക്ക് വല്ല തെളിവുണ്ടോ? ടിപ്പു സുൽത്താൻ സ്വതന്ത്ര സമര സേനാനിയാണെന്ന് വരുത്തി തീർക്കാൻ ചരിത്രം വളച്ചൊടിക്കുന്നത് എന്തിനാണ്? ഭാരതത്തിൽ വന്ന ക്രിസ്ത്യാനികളെയും യഹൂദരെയും മുസ്ലിങ്ങളെയും സഹിഷ്ണുതയോടെ സ്വീകരിച്ചത് ഇവിടുത്തെ ഹിന്ദു രാജാക്കന്മാരാണ്. അവർക്ക് പള്ളി പണിയാൻ ഭൂമിയും അവകാശങ്ങളും നൽകി. ആ സഹിഷ്ണുതയെയാണ് ഇന്ന് സഭാധ്യക്ഷൻ നിങ്ങൾ ഇവിടെ ഗസ്റ്റുകളാണെന്ന് പറഞ്ഞ് അപമാനിക്കുന്നത്.
സനാതനധർമ്മം അസഹിഷ്ണുത കാണിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ രാജ്യത്ത് മറ്റൊരു മതവും ഉണ്ടാവില്ലായിരുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് ഇത്തരം മണ്ടത്തരങ്ങൾ വിശ്വസിക്കേണ്ടി വരുന്നത്? കാരണം നമ്മുടെ പാഠപുസ്തകങ്ങൾ ഇപ്പോഴും നിയന്ത്രിക്കുന്നത് മെക്കാളയുടെ ആത്മാക്കളാണ്. സിന്ധു നദീതട നാഗരികത വേറെ, വൈദിക സംസ്കാരം വേറെ. ഇത് നമ്മളെ പഠിപ്പിക്കുന്നു. യോഗയും ധ്യാനവും ബുദ്ധനും മഹാവീരനും എല്ലാം സനാതന ധർമ്മത്തിന്റെ തുടർച്ചയാണെന്ന് നമ്മൾ മറന്നു പോകുന്നു. ശ്രീരാമനും ശ്രീകൃഷ്ണനും ഈ മണ്ണിന്റെ അസ്തിത്വമാണ്. അവർ വിദേശികളാണെന്ന് പറഞ്ഞു വരുന്നത് ഹിന്ദുധർമ്മത്തെ വേരോടെ പിഴുതെറിയാനുള്ള ഒരു സാംസ്കാരിക അധിനിവേശത്തിന്റെ ഭാഗമാണ്. ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ചരിത്രപരമായ ആവശ്യമാണ്. ഭാവയോടും സമാന ചിന്താഗതിക്കാരോടും പറയാനുള്ളത് ഒന്നേയുള്ളൂ. കാലം മാറി. ചരിത്രം എന്ന ശാസ്ത്രത്തിന്റെ കൈകളിലാണ്. വെറും വായ്പാട്ടുകൾ കൊണ്ട് ഒരു ജനതയുടെ പാരമ്പര്യത്തെ മായ്ച്ചു കളയാമെന്ന് കരുതരുത്. ഹിന്ദുക്കൾ ഈ മണ്ണിൽ മുളച്ചവരാണ്. ഇവിടുത്തെ ഓരോ കല്ലിലും മണ്ണിലും ഞങ്ങളുടെ പൂർവികരുടെ രക്തവും വിയർപ്പുമുണ്ട്. അത് അംഗീകരിക്കാൻ കഴിയാത്തവർ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. സനാതനധർമ്മത്തിന്റെ അസഹിഷ്ണുതയെക്കുറിച്ച് പറയുന്നവർ സ്വന്തം മതചരിത്രം ഒന്ന് മറച്ചു നോക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ തോൽവി എവിടെയായിരുന്നു എന്നറിയാമോ? അസഹിഷ്ണുതയോട് സഹിഷ്ണുത കാണിച്ചു എന്നതാണ്. അതിനെയാണ് സദ്ഗുണ വൈകൃതം എന്ന് പറയുന്നത്. ഇനി അത് പാടില്ല. വസ്തുതകൾ പഠിക്കുക, സത്യം വിളിച്ചു പറയുക. അപ്പോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് വെറും ഒരു ചരിത്ര തർക്കമല്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ ആത്മാവിനെ സംരക്ഷിക്കാനുള്ള ഒരു പോരാട്ടത്തെ കുറിച്ചാണ്. ഭാരതീയ ചരിത്രം എന്നാൽ കേവലം കുറച്ച് രാജാക്കന്മാരുടെ പട്ടികയല്ല. അത് ലോകത്തിന് ജ്ഞാനത്തിന്റെ പ്രകാശം നൽകിയ ഒരു മഹാസംസ്കാരത്തിന്റെ ജീവിതരേഖയാണ്. പക്ഷെ കഴിഞ്ഞ കുറച്ച് നൂറ്റാണ്ടുകളായി നമ്മുടെ ഈ പൈതൃകത്തെ അപമാനിക്കാനും വികൃതമാക്കാനും ആസൂത്രിതമായി ശ്രമങ്ങൾ ഇങ്ങനെ നടന്നു വരുന്നു. ഒരു വിദേശ ശക്തി ഇവിടെ വരുമ്പോൾ അവർ ആദ്യം ചെയ്യുന്നത് ആ രാജ്യത്തിന്റെ വേരുകൾ അറുത്തു മാറ്റുക എന്നതാണ്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ അതേ മെക്കാളെ നയം ഇന്നും നമ്മുടെ ഇടയിലുള്ള ചിലർ ഏറ്റുപിടിക്കുന്നുണ്ട്. അത് ഏറ്റവും ലജ്ജാകരമായ ഒരു കാര്യമാണ്. ഹിന്ദുക്കൾ ഇവിടെ കുടിയേറി പാർത്തവരാണെന്ന് പ്രഖ്യാപിക്കുന്ന സഭാധ്യക്ഷന്മാർ ഒരു കാര്യം ഓർക്കണം. സനാതനധർമ്മം ഈ മണ്ണിലെ കാറ്റിലും മണ്ണിലും ലയിച്ചു ചേർന്നതാണ്. അത് ആരെങ്കിലും ഇറക്കുമതി ചെയ്ത ഒരു ചരക്കല്ല. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം നുണകളെ ഇത്രയും കാലം സഹിച്ചത്? സനാതനധർമ്മത്തിന്റെ ഏറ്റവും വലിയ സദ്ഗുണം അതിന്റെ സഹിഷ്ണുതയാണ്. ഈ മണ്ണിലേക്ക് ജീവനും കൊണ്ടോടി വന്ന ആരെയും നമ്മൾ പുറത്താക്കിയിട്ടില്ല. ക്രിസ്ത്യാനികൾക്കും ഇസ്ലാം മതവിശ്വാസികൾക്കും യഹൂദർക്കും അവരുടെ ആരാധനാലയങ്ങൾ പണിയാൻ മണ്ണും പണവും അധികാരവും നൽകിയത് ഇവിടുത്തെ ഹിന്ദു രാജാക്കന്മാരാണെന്ന് എത്ര വട്ടം പറയണം. പക്ഷെ ആ സഹിഷ്ണുതയെ ഇന്ന് ചിലർ നമ്മുടെ ആജ്ഞയായി തെറ്റിദ്ധരിച്ചിരിക്കുന്നു. സ്വാമി വിവേകാനന്ദൻ പണ്ട് സൂചിപ്പിച്ചതുപോലെ അതിരുകടന്ന സഹിഷ്ണുത പലപ്പോഴും സദ്ഗുണ വൈകൃതമായി അഥവാ അത്യാചാരമായി മാറുന്നു. നമ്മുടെ നന്മയെ നമ്മുടെ തന്നെ നാശത്തിനായി അവർ ഉപയോഗിക്കുന്നു. ഈ ഒരു പ്രവണത ഇനിയും അനുവദിക്കരുത്. ചരിത്രം തിരുത്തപ്പെടേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടത് വൈദേശിക കണ്ണടയിലൂടെ എഴുതപ്പെട്ട അടിമത്തത്തിന്റെ ചരിത്രമല്ല, മറിച്ച് ദ്വാരകയുടെയും സരസ്വതിയുടെയും രാമസേതുവിന്റെയും ശാസ്ത്രീയമായ സത്യങ്ങളാണ്. ആര്യ ദ്രാവിഡ വിഭജനം എന്നത് ഭാരതീയരെ തമ്മിൽ അടുപ്പിക്കാൻ സായിപ്പ് മെനഞ്ഞെടുത്ത ഒരു കള്ളക്കഥ മാത്രമാണെന്ന് പുതിയ തലമുറ തിരിച്ചറിയണം. നമ്മൾ ഒന്നാണ്, നമ്മുടെ വേരുകൾ ഒന്നാണ്. ശ്രീരാമനും ശ്രീകൃഷ്ണനും ബുദ്ധനും മഹാവീരനും ഈ മണ്ണിൽ പിറന്നു വീണ ഒരേ സാംസ്കാരിക പ്രവാഹത്തിന്റെ കണ്ണുകളാണ്. അതുകൊണ്ട് സഭാധ്യക്ഷന്മാരോടും ചരിത്രത്തെ വക്രീകരിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്: നിങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകൾ സ്ഥാപിക്കാൻ ഭാരതത്തിന്റെ പവിത്രമായ ചരിത്രത്തെ കരുവാക്കരുത്. സത്യം സൂര്യപ്രകാശം പോലെയാണ്. എത്ര മൂടി വെച്ചാലും അത് തെളിഞ്ഞു വരിക തന്നെ ചെയ്യും. ശാസ്ത്രവും പുരാവസ്തു ഗവേഷണങ്ങളും DNA പഠനങ്ങളും ഇന്ന് സത്യം വിളിച്ചു പറയുന്നു. ഈ സത്യം ഓരോ ഭാരതീയനിലും എത്തിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ പൈതൃകത്തെ കുറിച്ച് അഭിമാനിക്കുക, വസ്തുതകൾ കൊണ്ട് അസത്യങ്ങളെ പ്രതിരോധിക്കുക. ഭാരതം ഒരു വിദേശി വിഹാര കേന്ദ്രമല്ല, മറിച്ച് ലോകത്തിന് വഴികാട്ടുന്ന ജഗത് ഗുരുവാണ്. സനാതനധർമ്മത്തിന്റെ ഈ പോരാട്ടത്തിൽ സത്യം മാത്രം ജയിക്കട്ടെ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.